2005 ഗൾഫിലേക്ക് വന്നു. ആദ്യം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാനൊരു വെജിറ്റബിൾ ഷോപ്പിലേക്കായിരുന്നു. ഡിസംബർ 6 ഒരു എന്തൊക്കെ ഒരു കാരണം കൊണ്ട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകേണ്ട ഒരവസ്ഥ. പ്രവാസം ചെറിയൊരു വിഷമങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനൊന്നും പട്ടിണി എന്തെന്ന് അറിഞ്ഞില്ല, വിഷമങ്ങൾ എന്തെന്ന് എനിക്ക് ജീവിതത്തിലൊന്നും എനിക്ക് അറിയാൻ പറ്റിയില്ല. കാരണം അങ്ങനെയായിരുന്നു എൻ്റെയൊക്കെ ഫാദർ എന്നെ വളർത്തിയത്. പക്ഷെ ആ ഫാദറിനെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം നമ്മളൊരു നിലയിലേക്ക് എത്തുമ്പോഴേക്ക് പാപ്പ. നമസ്കാരം. സഫലമി യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പരാജയങ്ങളെല്ലാം അതിജീവിച്ച് വിജയിക്കാൻ സാധിക്കും. പ്രവാസി മലയാളികളായിട്ടുള്ള ഓരോ ആളുകളും ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നത് തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം ഭാവിക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കാനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനുമാണ് അവരിങ്ങോട്ടേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായിട്ടുള്ളത്. സഫ മിനിമാർട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഇല്യ സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ ഏത് വർഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ 2005 ഡിസംബർ 25 ആദ്യമായി ഗൾഫിലേക്ക് വരുന്നത്. നാടെവിടെയാണ് സാറിൻ്റെ? കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിനടുത്തുള്ള തൊട്ടി എന്ന ഗ്രാമത്തിൽ നിന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോൾ ഉമ്മ, 2 ജ്യേഷ്ഠന്, ഒരു അനുജൻ, 4 സിസ്റ്റേഴ്സ്. 4 സിസ്റ്റേഴ്സ്. അപ്പം 2005 ഗൾഫിലേക്ക് വന്നു. ആദ്യം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാനൊരു വെജിറ്റബിൾ ഷോപ്പിലേക്കായിരുന്നു ആദ്യമായിട്ട് വന്നത്. ഏകദേശം 8 വർഷത്തോളം അവിടെ തന്നെ ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു. പിന്നീട് അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിൽ പോയി. വീണ്ടും 2 മാസത്തെ ലീവിന് ഷാർജയിലേക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്, ഗ്രോസറി സ്ഥാപനം തുടങ്ങാൻ സാധിച്ചു. 4 വർഷത്തോളം ഷാർജയിൽ ബിസിനസ് ഉണ്ടായിരുന്നു. 2017 ഡിസംബർ 6 ഒരു എന്തൊക്കെ ഒരു കാരണം കൊണ്ട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകേണ്ട ഒരവസ്ഥ. പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് പോയത്. പക്ഷേ ദൈവത്തിൻ്റെ എന്നല്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും 2022 ഏപ്രിൽ 31 വീണ്ടും പ്രവാസ ജീവിതം തുടങ്ങി. എവിടുന്നോ എന്തൊക്കെയോ ഉള്ളൊരു സഹായം എന്ന പോലെ ഒരു സീറോയിൽ നിന്നാണ് ഞാൻ വന്നത്. ഒരു സഫ മർവ മിനിമാർട്ട് തുടങ്ങാൻ സുഹൃത്തുക്കളുമായി പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ സാധിച്ചു. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി. ഇപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് ചോദിക്കുവാണെങ്കിൽ സാർ ആരുടെ പേരായിരിക്കും പറയുന്നത്? സ്വാധീനിച്ച വ്യക്തി നിമിഷങ്ങളിൽ എൻ്റെ ഫാദറാണ്. ഫാദർ വർഷങ്ങളോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ജീവിച്ചിട്ടുണ്ടായില്ല. ഒക്കെ ഇപ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ വരുന്നത്. നമുക്കും വേണ്ടിയിട്ട്, മക്കൾക്കും വേണ്ടിയിട്ട് മരിക്കുന്നത് വരെ പണിയെടുത്തവരായിരുന്നു. ഞാനൊന്നും പട്ടിണി എന്തെന്ന് അറിഞ്ഞില്ല, വിഷമങ്ങൾ എന്തെന്ന് എനിക്ക് ജീവിതത്തിലൊന്നും എനിക്ക് അറിയാൻ പറ്റിയില്ല. കാരണം അങ്ങനെയായിരുന്നു എൻ്റെയൊക്കെ ഫാദർ എന്നെ വളർത്തിയത്. പക്ഷെ ആ ഫാദറിനെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം നമ്മളൊരു നിലയിലേക്ക് എത്തുമ്പോഴേക്ക് പാപ്പ നമ്മളെ വിട്ടുപോയി.
പക്ഷെ ആ വാപ്പയുടെ മാതിരി വാപ്പാവും ഇതുപോലൊരു ബിസിനസ് തന്നെയായിരുന്നു, ഗ്രോസറി. നാട്ടില് അല്ല, ഇവിടെ തന്നെ ഷാർജയിൽ ഗ്രോസറി ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്തുണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് വാപ്പ ക്യാൻസലായിട്ട് പോകുന്നത്. കുറച്ച് കാലം നാട്ടിൽ ജീവിക്കാൻ പറ്റിയിട്ടു. പക്ഷെ ആ വാപ്പ തന്ന ഓർമ്മകളും വാപ്പ തന്ന അനുഭവങ്ങളും വാപ്പ തന്ന ഇത് തന്നെയാണ്, ഫാദർ എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും എന്നെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നതും ആ പാപ്പയുടെ ജീവിതം. ബാപ്പയുടെ മരണശേഷം ഉമ്മയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഉമ്മാണ്. ഞങ്ങളൊരു ഫാമിലി എല്ലാവരും ഒന്നിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ അനുജനും ഭാര്യയും മക്കളും, എൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും മക്കളും എല്ലാവരും ഒരേ വീട്ടിലാണ് താമസം. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലുള്ളത് ഞങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഉമ്മ തന്നെയാണ്. ഉമ്മയാണ് ഇപ്പോഴത്തെ ആ ഉമ്മയുടെ പ്രാർത്ഥനയും സപ്പോർട്ടും തന്നെയാണ് ഇന്നും. ഇങ്ങനെ നമ്മുടെ എന്ത് തുടങ്ങിയാലും, ഇപ്പോൾ തുടങ്ങി നാട്ടിലായാലും, ഞാൻ നാട്ടിലും കുറച്ച് നാൾ ജീവിച്ച സമയത്ത് എനിക്ക് വിഷമങ്ങളൊന്നും പരാജയപ്പെട്ടില്ല. അതിനൊക്കെ എനിക്ക് കാരണമായിട്ട് തോന്നുന്നത് എൻ്റെ ഉമ്മാൻ്റെ സപ്പോർട്ടും പ്രാർത്ഥനയുമാണ്. 2005 ഇങ്ങോട്ട് വരുന്ന സമയത്ത് നാട് വിട്ടു വരികയാണല്ലോ, അപ്പം എങ്ങനെയായിരുന്നു ആ സമയത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വല്ലാത്തൊരു അനുഭവം. ആദ്യമായിട്ടാണ് ഞാനൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ഒരു മാറി നിൽക്കുന്നൊരു, നമുക്ക് ചിലപ്പോൾ ടൂറ് മറ്റൊക്കെ പോയിട്ടുണ്ടാവാം, പക്ഷെ മാറി നിൽക്കുന്നതിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. വല്ലാത്ത പ്രയാസമായിരുന്നു വെച്ചെങ്കിലും വല്ലാത്ത പ്രയാസം. ഷോപ്പിൽ നിന്നൊക്കെ ഞാൻ തേങ്ങി കരഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട്, ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലും. പിന്നെ കുറച്ച് കാലങ്ങൾ, ഒരു 5-6 മാസങ്ങൾ കഴിയുമ്പോൾ പൊരുത്തപ്പെട്ടു വന്നു. സാർ ഇപ്പം പറഞ്ഞല്ലോ, ആദ്യം ഇവിടെ വന്ന് കുറച്ച് വർഷം ഇവിടെ നിന്നു, അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നാട്ടിലോട്ട് പോയി. അപ്പം നാട്ടിലോട്ട് പോകുന്ന ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചിങ്ങോട്ട് ഞാൻ വരുമെന്നുള്ള ഒരു വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും തിരിച്ചു വരണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പോയതും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചതും. പക്ഷേ നാട്ടിലറിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് തുടങ്ങിയാലും പരാജയപ്പെടുന്നത്. 1-ൽ പരാജയപ്പെടുത്തു, 2-ൽ പരാജയപ്പെട്ടു, 3-ൽ പരാജയപ്പെട്ടു. 3-ലും പരാജയപ്പെട്ടതിന് ശേഷമാണ് വീണ്ടും ഗൾഫിലേക്ക് തന്നെ നമുക്കൊരു പക്ഷേ വിചാരിച്ചത് ഇവിടെ ആയിരിക്കാം, ഇവിടത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ടതെന്ന്. എല്ലാ ജോലിയും ചെയ്തിരുന്നു, ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു, സെയിൽസിലുണ്ടായിരുന്നു, ബിസിനസ് നടത്തിയിരുന്നു, ഇവിടെ എല്ലാ ജോലിയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ രാജ്യം തന്നിട്ടുള്ള ഒരു സപ്പോർട്ട്, അതെ, തീർച്ചയായിട്ടും ഈ രാജ്യം എന്ന് പറയുന്നത് പ്രവാസികൾ മറ്റുള്ള നാട്ടുകാരെ സ്വീകരിക്കുന്ന ആ ഒരു രീതി, അതൊരു മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാവും വിധം എല്ലാ സപ്പോർട്ടും. ഒരു ബിസിനസ് ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ സിമ്പിളായിട്ട്, ഞാനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ചെയ്തു ഇതുവരെ നടന്ന എല്ലാത്തിലും നല്ല സപ്പോർട്ടാണ് UAE ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള എമറാത്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. ഒരു സഫ മിനിമാർട്ട് നടത്തുന്നത്, ഇനിയിപ്പം വേറെ ബിസിനസ്സും കൂടി എന്നെ ഇതിൻ്റെ വേറൊരു ബ്രാഞ്ച് തുടങ്ങണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടോ? ആഗ്രഹങ്ങളുണ്ട്. 1-2 കൂടെ പുതിയത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ പിറകിൽ തന്നെയാണ്. പക്ഷേ നല്ല സ്ഥലവും ലൊക്കേഷനും കാര്യങ്ങളും ഒത്തു വന്നാൽ മറ്റൊന്നും കൂടെ ഒപ്പം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവം അനുഗ്രഹിച്ചാൽ. സാറ് കല്യാണം കഴിച്ച വൈഫിൻ്റെ നാടൊക്കെ എവിടെയാണ്? അവിടെ തന്നെ കാഞ്ഞങ്ങാട് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് 2 ആണും 2 പെണ്ണുമാണ്. പഠിക്കുകയാണ്. 3 ആൾ പഠിക്കുകയാണ്, 1 ചെറിയ കുട്ടിയാണ്. ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂത്ത മകനാണ്. ഈ പ്രാവശ്യത്തെ നോമ്പും ഇതൊക്കെ ഇവിടെ ആയിരുന്നല്ലോ, മിസ് ചെയ്തിട്ടുണ്ടായിരുന്നോ വീട്ടിൽ? തീർച്ചയായിട്ടും ഫാമിലിനെ മിസ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് ഇവിടെ തന്നെയാണ് നോമ്പായാലും പെരുന്നാളായാലും ആഘോഷത്തിന് ഇവിടെ കുറവൊന്നുമില്ല. നമ്മളെ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. സാറ് പറഞ്ഞു, സാറ് പല ജോലികൾ ചെയ്തിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, സെയിൽസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നിർത്തിയിട്ട് നാട്ടിൽ പോയി തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. ഇത്രയുമൊക്കെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ സാർ പഠിച്ചൊരു പാഠം എന്താണ്? പഠിച്ച പാഠം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഇതുവരെ ഒരാളെയും പറ്റിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് ഒരാൾ വേദനിക്കുന്നത് മറ്റൊരാൾ വേദനിക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചിട്ടില്ല. എത്രയും കണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ആ ഒരു ഇതാണ്. പിന്നെ നമ്മൾ പരിശ്രമിച്ചാൽ വിജയം കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ
തെളിവാണ് ഞാൻ. നിർത്തി പോയിട്ടടുത്ത് വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു വന്നത് തന്നെ ഞാൻ ഒരു ബിസിനസ് സ്ഥാപനമായിട്ടാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് നമ്മളെങ്ങനെയാണോ അതുപോലെ നമുക്ക് ദൈവം തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ ബാപ്പ അതുപോലെ തന്നെ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ വേറെ ആരാണ് സാറിന് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടതെന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഫാമിലി തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് സുഹൃത്തുക്കളുണ്ട്, നന്നായിട്ട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഏത് പ്രതിസന്ധിയിലും എപ്പോൾ വിളിച്ചാലും കൂടെ നിൽക്കുന്ന നല്ല സൗഹൃദമുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പം ഇനിയും ഈ പറഞ്ഞ പോലെ സഫ മിനി മാർട്ടിൽ ഒതുങ്ങാതെ ഇനിയും കുറേ ബ്രാഞ്ചസ് നമ്മുടെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാറിൻ്റെ ഈ ഒരു ഇത്രയും വലിയൊരു സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു തന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. താങ്ക് യു സാർ. ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിച്ചാൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. അതായിരുന്നു നമുക്ക് ഇന്ന് ഇല്യാസ് സാറിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂവിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഗൾഫിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ജോലികൾ ചെയ്ത് അവസാനം സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇനിയും സാർ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. താങ്ക് യു സോ മച്ച്.